അവൾക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് അല്ലായിരിക്കാം ഞാൻ. പക്ഷെ എനിക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നു അവള്. സീരിയൽ മേഖലയിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് ഏതായിരിക്കും? മരിച്ചുപോയി. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ജാനകി എന്നുള്ള പേര് എന്തിനാണ് മാറ്റാൻ വേണ്ടി പറയുന്നതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് ഒരിക്കലും ഫ്രണ്ടില്ല. അങ്ങനെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഞാൻ അതിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ജാനകിയുടെ സ്റ്റോറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സമൂഹത്തിൽ അംഗീകാരമില്ലാത്തൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ പേര് മാറ്റേണ്ടി വരുമോ? അങ്ങനെ മാറ്റണമെന്ന് നിയമമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. നമ്മളുടെ രാഷ്ട്രീയം ഇതാണെന്ന് പറയുന്നതാണ് ഇവിടുത്തെ സമൂഹം. അതായത് എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കേ അറിയാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സായിട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ കോൺഗ്രസിന്റെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അവരുടെ പോവും, BJPയുടെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമാണെന്നൊക്കെ, തോരണങ്ങൾ ഒട്ടിക്കലും കൊടികുത്തലും അങ്ങനെ. അപ്പോൾ ആരുടെ കൂടെ അങ്ങനെ അങ്ങോട്ട് പോകും. അതാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയം. ഞാനും സരിതയും കൂടെയുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ അറിയാതെ എഴുതിയതാണ് ഒരു ക്യാപ്ഷൻ, ഞാൻ കുമ്മനടിച്ച് കയറിയതാണെന്ന് പറഞ്ഞു. തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ അത് തിരുത്തപ്പെടണം. ഇനിയിപ്പോൾ അവരാണ് തിരുത്തേണ്ടത്. താഴ്ത്തിരിക്കുന്ന കമന്റുകൾ ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, കാരണം ഡിലീറ്റ് ചെയ്യേണ്ടത് അവരല്ലേ. ഞാൻ പറഞ്ഞല്ലോ, മറക്കുന്നില്ല. ആ ഒരു ടൈറ്റിൽ സോങ് ഉള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1,00,000 രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഹായ്, ഹലോ, നമസ്കാരം. മിന്നുകെട്ട് എന്ന ഒറ്റ സീരിയൽ കൊണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ഇടം നേടിയ ഒരു താരം നമ്മുടെ കൂടെ ഉണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും ഉണ്ട്. രണ്ടുപേർക്കും നമസ്കാരം. സരിയേച്ചി, എനിക്ക് മിന്നുകെട്ടിൻ്റെ ഇൻട്രോ സോങ് ആണ് മറ്റേ അസഗസിലെ പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ട്. എന്ത് രസമാണ് ആ പാട്ടും അതിൻ്റെ ഡാൻസും. അതെ, എങ്ങനെയായിരുന്നു ആ ഒരു പാട്ടിന്റെ ഇമ്പാക്ട് ഇപ്പോഴും ആളുകളിൽ നിലനിൽക്കുന്നത്? ഇപ്പോഴും ഉണ്ട്. ഒട്ടുമിക്കവർക്കും ഓർമ്മ അത് തന്നെയാണ്. എന്റെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞാനൊരു ഗ്യാപ്പ് എടുത്തായിരുന്നു. ആ ഗ്യാപ്പിലും ഈ ഒരു ടൈറ്റിൽ സോങ് ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ എന്നെ അധികം മറക്കാത്തേ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് 8 വർഷത്തോളം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ റീ എൻട്രിയിലും ആരും അത്ര മറക്കാത്തത് ഈ ഒരു ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ആ സീരിയലിൽ കൂടെയൊക്കെയാണ് ഇങ്ങനെ ടൈറ്റിൽ സോങ് ഫേമസ് ആയത്. പിന്നെ സീരിയലൊക്കെ അധികം ഫെമിലിയർ ആയി വരാത്തൊരു കാലഘട്ടത്തിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. ആ ഒരു സീരിയലെ ലൈഫിനെ എത്രത്തോളം ചേഞ്ച് ചെയ്യിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, മറക്കുന്നില്ല. ആ ഒരു ടൈറ്റിൽ സോങ് ഉള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതാണ് എനിക്ക് സംഭവിച്ചൊരു ചേഞ്ച് ആയിട്ട് തോന്നിയത്. കരിയർ പിന്നീട് അങ്ങോട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളർന്നു എന്നുള്ളതാണ്. ഇല്ലടാ, അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല, കല്യാണം കഴിഞ്ഞു. പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടു, അത്ര തന്നെ ഗ്യാപ്പ് ഇട്ടു. പിന്നെ റീ എൻട്രിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ. അപ്പം കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഞാൻ ചേച്ചീനെ സെർച്ച് ചെയ്ത സമയത്ത് അതിനകത്ത് ഭർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു വില്ലൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് ചേട്ടൻ, വില്ലനാണോ? എന്നോടാണ്? അതെ, ഞാൻ വില്ലനാണോ? വില്ലൻ ലുക്കുള്ള ഹസ്ബൻഡ് എന്നുള്ള രീതിയിലാണ് എല്ലായിടത്തും പറയുന്നത്. അപ്പം സരികേച്ചി പാവാണ്, വില്ലൻ ലുക്കുള്ള ഒരു ഭർത്താവിനെ കല്യാണമായി എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ? മാട്രിമോണി സൈറ്റ് വഴിയാണ് കണ്ടു. പിന്നെ ചാറ്റ് ചെയ്തു, പരസ്പരം മനസ്സിലാക്കി. അതിനുശേഷം വീട്ടുകാരായിട്ട് ആലോചിച്ചു. ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാമായിരുന്നോ? ആർട്ടിസ്റ്റ് ആണെന്ന് ഫസ്റ്റ് മാട്രിമോണിയിൽ കണ്ടപ്പോൾ സീരിയൽ കാണുന്ന പൊതുവെ കുറവായിരുന്നു. പെട്ടെന്ന് മാട്രിമോണിയിലെ സീരിയലിൽ കാണുമ്പോൾ സരിതയുടെ മുഖം ഒരു വേറൊരു മുഖമാണ് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആർട്ടിസ്റ്റ് ആണെന്ന് അറിഞ്ഞത്. അപ്പം എങ്ങനെ ആർട്ടിസ്റ്റിനെ ആണല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്, അങ്ങനെ ഒരു ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹൈ പ്രൊഫൈൽ അങ്ങനെയൊക്കെയല്ലേ. പിന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാധാരണ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം ഈ ക്വസ്റ്റനിൽ ഈ വില്ലൻ എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ന്യൂസിൽ 10 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയോ അങ്ങനെയുള്ളൊരു ഞെട്ടലൊക്കെയാണ് പ്രേക്ഷകർ കാണുന്നത്. ശരിക്കും അന്നത്തെ പോലെ എന്നെ ഇന്നും ഉണ്ട് എന്നൊക്കെ പറയുന്നു. അത്തരം വാക്കുകൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന ഒരു വാക്ക് തന്നെയാണത്.
ഈ ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താണ് നോക്കുന്നത്? ഒരു 4-5 പ്രാവശ്യം ഭക്ഷണം കഴിയും, നന്നായിട്ട് ഉറങ്ങും. 4-5 പ്രാവശ്യം. ഒരു 12 മണിക്കൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഭക്ഷണം കഴിച്ചാലേ പിന്നെ ഉറങ്ങാൻ പറ്റുള്ളൂ. കുറച്ച് വിശപ്പിന്റെ അസുഖം പിന്നെ ഉറക്കം മാക്സിമം ടൈം ഉറങ്ങാറുണ്ട്. ഉറങ്ങാറുണ്ട്. അങ്ങനെ ഇതാണ്, ആരും ഇത് കേട്ടുപഠിക്കില്ല. നല്ലതാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല, ഒന്നുമില്ല. ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ പറയും നാളെ രാവിലെ തൊട്ട് നാളെ നീളെ ആയിരിക്കും. അങ്ങനെ. അപ്പൊ ഈ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരിക്കാൻ 1-2 കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജാനകി എന്നുള്ളൊരു ഷോർട്ട് ഫിലിം. എന്താണ് ജാനകി? ജാനകി ഒരു ചെറിയ കൊച്ചു സിനിമയാണ്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ആശയമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു മൂവി. അതെ, ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ളൂ. അതെ, ഇറങ്ങുമ്പോഴല്ല, ഇറങ്ങുന്നതിന് മുമ്പേ അതൊരു ചർച്ചാ വിഷയമായിരുന്നു, ജാനകി എന്നുള്ള പേര് മാറ്റണമെന്ന്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ജാനകി എന്നുള്ള പേര് എന്തിനാണ് മാറ്റാൻ വേണ്ടി പറയുന്നതെന്ന്. ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഷൂട്ടിലായിരുന്നപ്പോൾ സരിതയെ വിളിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവരുടെ സീരിയലിലൊരു പ്രൊഡക്ഷൻ കൺട്രോളുണ്ട്, അസീം, പിന്നെ ഒരു ക്യാമറാമാൻ, അവരെല്ലാവരും കൂടെ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് വന്നു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനൊരു ആഗ്രഹമായിട്ട് വെറുതെ പറഞ്ഞു, ഇവരെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ സാധിച്ചു തന്നു. 2 ദിവസം ഒരു 1.5 ഡേ ഷൂട്ട് ചെയ്തു, പെട്ടെന്ന് തീർത്തു. അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്, അതായത് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റിയ പ്രധാന കണ്ടന്റ് എന്താണ്? അതായത് ഒരു പേരിന്റെ പേരില് എല്ലാവരുടെയും എന്താ പേരെന്താണ്? സിമി. സിമി. ഓക്കെ, നമ്മളുടെ പേരാണ് നമ്മളുടെ ഐഡന്റിറ്റി അല്ലേ. നമ്മളെ തിരിച്ചറിയുന്നത് സിമി എന്ന് വിളിച്ചാലേ സിമിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുള്ളൂ, സരിത എന്ന് വിളിച്ചാലേ സരിതക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെ ഐഡന്റിറ്റി പേരാണ്. ഒരു പേര് ഇപ്പോൾ ശിവനെന്നോ പാർവതി എന്നൊക്കെ ഒരു പേര് വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു കൊച്ചു ജനിച്ചു കഴിയുമ്പോൾ നമ്മളൊരു പാർവതി എന്ന് പേരിട്ടു, ആ കുട്ടി വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്ക് അത് സമൂഹത്തിൽ അംഗീകാരമില്ലാത്തൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ പേര് മാറ്റേണ്ടി വരുമോ? അങ്ങനെ മാറ്റണമെന്ന് നിയമമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അപ്പം എൻ്റെ കഥയിലെ നായിക ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഗവൺമെൻറ് തന്നെ ദത്തെടുത്തൊരു കുട്ടി, അതിൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് ഗവൺമെൻറ് തന്നെ ദത്തെടുത്ത് വളർത്തിയൊരു കുട്ടി, ജാനകി എന്ന് ഗവൺമെൻറ്റാണ് പേരിട്ടത്. അത് അതിൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് അതിനൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവേണ്ടി വരുന്നു. ആ സമയത്ത് മാറി വരുന്ന ഗവൺമെൻറ് പറയുകയാണ് ജാനകി എന്നുള്ള പേര് പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. അത് ചർച്ച ചെയ്യാവുന്നതും അതിൻ്റെ ഐഡന്റിറ്റി മാറ്റണമെന്ന് പറയുന്നതാണ് സിനിമയുടെ ഈ ഷോർട്ട് ഫിലിമിന്റെ ടോട്ടൽ. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും ജാനകി സിനിമ, ആ പേര് കൊണ്ടാണ് ജാനകി എന്നുള്ള സിനിമ കുറച്ചധികം ആൾക്കാർ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടത്. അതേ കണ്ടന്റിനെ ഉപയോഗിച്ചിട്ട് മറ്റൊരു വിവാദം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമാണോ വരാൻ പോകുന്നത്? അങ്ങനെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഞാനതിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ജാനകിയുടെ സ്റ്റോറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനതിൽ സ്ട്രൈക്ക് ചെയ്ത കാര്യം, ഈ പേരുകൾ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ്. അത് എന്തടിസ്ഥാനത്തിലാണ് ഒരു ഗവൺമെന്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതെന്ന് ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു കഥ എഴുതി എൻ്റെതായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ഷൂട്ട് ചെയ്തു. അതെങ്ങനെ ആൾക്കാർ കാണും, ഉൾക്കൊള്ളും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല. നല്ലതാവട്ടെ, പ്രേക്ഷകർ സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത്രയും വലിയ ബിഗ് ബഡ്ജറ്റിൽ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ച സിനിമ റിലീസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പേരിൻ്റെ പേരിൽ. ഇത് പുറത്തേക്ക് വരുമ്പോൾ ഒരു ന്യൂക്കമർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ന്യൂക്കമറായിട്ട് ഒരാൾ ഇതിനെ തന്നെ ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സാധനം ഇടുമ്പോൾ എത്രത്തോളം ഭയക്കുന്നുണ്ട് നിയമവ്യവസ്ഥയെ? അതാണ്, അങ്ങനത്തെ നിയമം ഉണ്ടോ എന്ന് തന്നെയാണ് എൻ്റെ ചോദ്യം. അങ്ങനൊരു നിയമം ഉണ്ടെങ്കിൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. അങ്ങനൊരു നിയമം ഉണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. പിന്നെ നിയമങ്ങളെക്കാളും കൂടുതൽ ആൾക്കാരിപ്പോൾ നമ്മൾ നിയമങ്ങളെല്ലാവരും നിഷേധിക്കാറുണ്ട്. പക്ഷെ നമ്മളൊരു നമ്മളൊരു അമ്പലത്തിൽ ചെരുപ്പിട്ട് കയറണമെന്ന് പറഞ്ഞാൽ അതൊരു നിയമമല്ല, പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും അത് അനുസരിക്കും. അതൊരു ട്രഡീഷൻ, നമ്മളൊക്കെ ബഹുമാനത്തിന്റെ രീതിയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ മതപരമായിട്ട് മതനിയമങ്ങൾ നിയമങ്ങളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു. മതങ്ങൾ പറയുന്നത് ഗവൺമെന്റ് സ്വീകരിക്കുന്ന പോലത്തെ ഒരു ഇതാണ്. പക്ഷെ അത് ചർച്ചാ വിഷയമായി കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അല്ല, അത് തന്നെയാണ് ജാനകിയുടെയും കഥ. മൊറാലിറ്റി, അതായത് സദാചാരമാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞാനും സരിതയും കൂടെയുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ അറിയാതെ എഴുതിയതാണ് ഒരു ക്യാപ്ഷൻ, ഞാൻ കുമ്മനടിച്ച് കയറിയതാണെന്ന് പറഞ്ഞു.
അല്ല, അന്ന് ഞാനത് ചിന്തിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ തുടങ്ങിയത്. അപ്പോൾ അതിനിടയിൽ വന്ന കമൻസ് ആർക്കും, അതായത് ഒരാൾക്ക് വായിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കമൻസ് ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷം പേരുള്ള ആ ഫോട്ടോ കണ്ടു. അപ്പോഴും എനിക്കൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 200ഓളം പേരെ മോശമായിട്ടുള്ള ആൾക്കാരുള്ളൂ. അപ്പോൾ അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിനെതിരെ കൂടെയാണ് എൻ്റെ ഈ സിനിമ. അതൊരു പ്രതിഷേധമായിട്ടാണ്. തീർച്ചയായിട്ടും പ്രതിഷേധം തന്നെ. ഓക്കെ, ഇപ്പൊ ഈ ഫോട്ടോയും അതിന്റെ കമന്റും ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ കണ്ടിരുന്നില്ല ശരിക്കും. ചേച്ചി ആ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കിയോ? ഞാൻ വായിച്ചില്ല, അമ്മ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു ഭയങ്കര മോശം കമന്റ്സ് ആണ്, എന്താണ് ഇതെന്ന്. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെ അറിയുന്നത്. ഞാൻ പുള്ളിനോട് പറഞ്ഞു, പുള്ളിയും അപ്പോഴാണ് നോക്കുന്നത് തന്നെ. നമ്മൾ അങ്ങനെ കമന്റ്സ് നോക്കാറില്ല, വായിക്കും, പക്ഷെ എന്നാലും ഇട്ടുപോയ ഒരു പോസ്റ്റാണിത്. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പുതിയതല്ലേ വായിക്കുള്ളൂ, താഴത്തേക്കുള്ളത് നമ്മൾ വായിക്കുന്നത് കുറവായിരിക്കും. ഇതിപ്പോ ഏറ്റവും അടിയിൽ വന്നിരിക്കുന്നത് അമ്മ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ. അപ്പോഴാണ് പുള്ളിയും പോയി നോക്കിയപ്പോൾ അപ്പൊ എന്നോട് പറഞ്ഞു, താൻ കയറി വായിക്കണ്ട, ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കണേന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ക്യാപ്ഷൻ തിരുത്തിയായിരുന്നു. കാരണം ഞാൻ അതേ സംഭവിച്ചു. തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തപ്പെടണം. ഇനിയിപ്പോൾ അവരാണ് തിരുത്തേണ്ടത്. താഴത്തിരിക്കുന്ന കമന്റുകൾ ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. കാരണം ഡിലീറ്റ് ചെയ്യേണ്ടത് അവരല്ലേ. മോശമായിട്ട് കമന്റ് ഇട്ടവർ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. അല്ല, ഒരു ഹസ്ബൻഡും വൈഫും കൂടെ നിന്ന് ഒരു ചെറിയ ഒന്നും വിചാരിക്കാതെ ഒരു ക്യാപ്ഷൻ കൊടുത്തിടുമ്പോ ഇതിനെയൊക്കെയാണെന്ന് തോന്നുന്നു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞു ആളുകൾ പേരിട്ട് വിളിക്കുന്നത് അതിനെയാണെന്ന്. അല്ല, അത് ഒരു വിഭാഗം അങ്ങനെയാണ്. പക്ഷെ നമുക്ക് എല്ലാവരും തിരുത്താൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അല്ലേ? അല്ലല്ല, അതിനുള്ള മറുപടി മാത്രമല്ല, ഇതിങ്ങനെ ഞാൻ കുറേ നാളെ കേൾക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഹിന്ദു മതത്തിൻ്റെ പേരുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകപ്പെട്ട മതവിഭാഗത്തിന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ളൊരു പ്രതിഷേധമായിട്ട് കൂട്ടാൻ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ. അല്ല, നിങ്ങൾ പറഞ്ഞ കഥയും ഞാൻ കണ്ട ട്രെയിലറും ഒക്കെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഈ നമുക്ക് സിനിമ വിടാം, ഇതിലേക്ക് വരാം. ഇതിലേക്ക് വരുമ്പോൾ ഇതിലൊരു മതത്തിനെ പറയുന്നുണ്ട്, ഒരു രാഷ്ട്രീയത്തിനെ പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ സാഹചര്യത്തെ പറയുന്നുണ്ട്. അപ്പം മതവും രാഷ്ട്രീയവും സാഹചര്യം എല്ലാം കൂടെ കൂടിക്കലർന്ന് വരുമ്പോൾ അതിനൊരു മറുപടി വേറെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് എന്തിനും റെഡിയാണോ എന്ന് റിപ്പീറ്റ്ലി ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ നമ്മളുടെ രാഷ്ട്രീയം ഇതാണെന്ന് പറയുന്നതാണ് ഇവിടുത്തെ സമൂഹം. അതായത് എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കേ അറിയാൻ പറ്റുള്ളൂ, സരിതയുടെ രാഷ്ട്രീയം എന്താണെന്ന് സരിതയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അത് നമ്മൾ ഇന്ന രാഷ്ട്രീയമാണ് എൻ്റേതെന്ന് മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ചുമന്ന കാറുണ്ടാവും, ഓറഞ്ച് കാറുണ്ടാവും, വെള്ളക്കാരെ ഇറക്കുമുള്ളൂ വരും. അതേ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. ആ കമ്പനിയിൽ 3 കളറേ ഉള്ളൂ. ആ കളർ കാറിലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഇതിലേതെങ്കിലും ഒന്നേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ചൂസ് ചെയ്യാൻ ഓപ്ഷൻസ് ഇല്ല, നമുക്കായിട്ട് പുതിയതൊന്നും ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ ജനമാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ഇന്നതാണ്. അവർ പറയും നമ്മൾ ഇന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയത്തെ അവർക്ക് അറിയില്ല. ആക്ച്വലി റിയൽ ലൈഫിൽ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടോ? വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമില്ല. അതായത് നമ്മുടെ കൂടെയുള്ളവർ എന്ത് ചർച്ച ചെയ്യുന്നു, ഞാൻ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മളുടെ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഒരു 20s, അതായത് 20 വയസ്സുള്ള കാലഘട്ടത്തിൽ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് ഫ്രണ്ട്സായിട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ കോൺഗ്രസിൻ്റെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അവരുടെ പോകും. BJPയുടെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമാണെന്നൊക്കെ, തോരണങ്ങൾ ഒട്ടിക്കലും കൊടികുത്തലും അങ്ങനെ. അപ്പോൾ ആരുടെ കൂടെ അങ്ങനെ അങ്ങോട്ട് പോകും. അതാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയം. പക്ഷെ ഇപ്പോൾ രാഷ്ട്രീയം വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ചായക്കടയിലൊക്കെ എഴുതി വെക്കും രാഷ്ട്രീയം പറയരുത്, സംസാരിക്കരുത്. എനിക്ക് തോന്നുന്നു അതിന് തന്നെ ഒരു ഗൂഢമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. അല്ല, രാഷ്ട്രീയം ഇപ്പോഴത്തെ തലമുറയെ കൊണ്ട് സംസാരിപ്പിക്കരുതെന്നാണ് ആഗ്രഹം, ചർച്ച ചെയ്യരുതെന്നാണ് രാഷ്ട്രീയക്കാരുടെ ആഗ്രഹം. രാഷ്ട്രീയം പറയാൻ പാടില്ല. കാരണം രാഷ്ട്രീയമായിട്ട് അന്ധമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക. അവർക്ക് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അത് മാത്രം. അവരെ ഇന്നതാണെന്ന് അവരാണ് തീരുമാനിക്കുന്നത്, നിങ്ങൾ ഇന്ന പാർട്ടിയാണ്. അങ്ങനെ നമ്മൾ അതിലേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത്. ചേച്ചി ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് രാഷ്ട്രീയം പറയാനൊന്നും അറിയത്തില്ല, അതാണ് ഞാൻ ഇതൊക്കെ കേട്ടിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്. അല്ല, ചേച്ചിയാണ് ഇതിൽ ലീഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ കഥ കേട്ടപ്പം ചോദിച്ചിരുന്നോ ഇത് ശരിക്കും ഇത് പ്രശ്നമാവോ? ഞാൻ ഭയങ്കര പേടിത്തോണ്ടിയാ, എനിക്ക് ഉള്ള ധൈര്യങ്ങൾ മുഴുവൻ കിട്ടുന്നത് ഇവിടുന്ന. അപ്പം ഇതിന്ന് ഇപ്പം എത്രയാണേലും പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെ
ഫ്രണ്ടിലുള്ള ആൾക്കാരെ കണ്ടതിന് ശേഷം മാത്രമേ കാണുള്ളൂ. അതെ. അപ്പം ആദ്യം അറ്റാക്ക് വരാൻ പോകുന്ന ചേച്ചിക്കാണ്. അപ്പൊ എന്തും നേരിടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. കട്ടയ്ക്ക് കൂടെ ഒരാളുള്ളപ്പോ പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തെ കരിയറിൽ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് ചേച്ചി ഒരിക്കലും പോയതായിട്ട് കണ്ടിട്ടില്ല. ഇല്ല വന്നിട്ടുമില്ല ഇതുവരെ. വന്നിട്ടുമില്ല. ഇത് വിവാദമാകണമെന്ന് കരുതിയൊന്നും ചെയ്തതൊന്നുമില്ല. നമ്മളൊരു സൃഷ്ടിയാണ്, കലാസൃഷ്ടി. അല്ല, അത് കലാസൃഷ്ടിയായിട്ട് തന്നെ കാണുന്നു. പക്ഷെ ഇതൊരു വലിയൊരു കണ്ടന്റാ കൊടുക്കാൻ പോന്നെ. അപ്പം എന്ത് സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പം ചേച്ചിയെ വെച്ച് നോക്കുമ്പോൾ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ചിലപ്പോൾ വേറൊരു രീതിയിൽ തലത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടാം എന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണോ ഇരിക്കുന്നത്? ഇപ്പൊ റെഡിയാണ്. ഇനി ഇപ്പൊ റെഡിയാണ് എന്നുള്ളത്. അല്ല, പണ്ടൊക്കെ നെഗറ്റീവ് കമന്റ്സ് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ വായിച്ചിരുന്നത് ഭയങ്കര കരച്ചിലും ഭയങ്കര വിഷമിച്ചിരിക്കലൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെ കമന്റ്സ് ഒന്നും വായിക്കണ്ട, നെഗറ്റീവ് കമന്റ്സ് തലയിൽ എടുക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ മാറ്റിയെടുത്തതാണ്. വന്നിട്ടുണ്ടോ നെഗറ്റീവ് കമന്റ്സ്? വന്നിട്ടുണ്ടോ? കുറവായിരുന്നു കേട്ടോ. എനിക്ക് ഈ കുക്കറി ഷോയിലൊക്കെ ഞാൻ ആദ്യമൊക്കെ നമ്മളോട് പറഞ്ഞ കണ്ടന്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നിശബ്ദമായ ഒരു ഈ എന്താ പറയാ ശ്രീലങ്കൻ ചാനലൊക്കെ ഉണ്ട്, അതിലും വലിയ ടോക്സ് ഒന്നുമില്ല. അതുപോലെയായിരുന്നു നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു രീതി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മൗനമായിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം അതിന് കുറേ നെഗറ്റീവ് കമൻസ്, എന്താണ് തല്ലാൻ നിൽക്കുന്ന പോലെ, ഇവളെ കൊണ്ട് ആരോ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന പോലെയാണല്ലോ എന്നുള്ള അങ്ങനെയൊക്കെയുള്ള കമൻസ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. നമ്മൾ എവിടെയും ചിരിച്ച് നിൽക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ. ആരും മുഖം വീർപ്പിച്ച് നിൽക്കാനും നമ്മളെ കൊണ്ട് ആരും തല്ലിയല്ല അഭിനയിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് അറിയാണ്ടാണ് ഇവർ പറയുന്നത് എങ്കിൽ കൂടിയും വിഷമമായിരുന്നു. അപ്പൊ അതൊക്കെ എന്നെ പറഞ്ഞ് മാറ്റി സപ്പോർട്ട് ചെയ്തതൊക്കെ പുള്ളി തന്നെയാണ്. ശരി. ഈ യൂട്യൂബ് ചാനലിലെ കൺസെപ്റ്റ് എവിടുന്നാണ്? ടീമുണ്ടോ അതിന്? ഇല്ലടാ, അതെന്റെ ചാനലല്ല, അത് കൗമുദി ടിവിയുടെ ചാനലാണ്. ഓ, കൗമുദി ടിവിയുടെ സ്വന്തമല്ല? അല്ല, സ്വന്തമല്ല. ഓ, ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ സ്വന്തം ചാനലാണ്. ഒട്ടുമിക്കവരും അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിന് ഈ കുക്കറി ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ കുറെ റിസർച്ച് ചെയ്യണം. നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണോ? കുക്ക് ചെയ്യാറുണ്ട്. കുക്ക് ചെയ്യാറില്ലേ? ചേട്ടൻ പറ. അതെ, ഞാൻ തന്നെ പറയാൻ പറ്റില്ലല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരിക്കും ചേച്ചി കുക്ക് ചെയ്ത് തരുന്നതിൽ? എല്ലാ ഫുഡും നല്ലതാണ്. ഓരോ ദിവസവും ഇങ്ങനെ കുക്കറി ചാനലിൽ കാണുന്നത് പോലെ തന്നെ ഓരോ വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. സമയം കിട്ടാറുണ്ടോ ഇതിനൊക്കെ? കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കും. അങ്ങനെയുള്ളതാണ്. ഇപ്പം ചേച്ചി കരിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തെസ്നിത്ത പറഞ്ഞിട്ടാണ്. തെസ്നിത്ത ത്രൂ ആണ് ഇതിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അതിൽ ഓക്കെ, ഒരാൾ പറഞ്ഞു, ഒരാൾ റെക്കമെൻഡ് ചെയ്ത് വരുന്നു എന്നുള്ളത്. അതായത് കൂടുതൽ ഞാൻ വേറെ ഒന്ന് വായിച്ചത് റോട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ടുള്ള നായിക എന്നുള്ളതാണ്. എന്താണ് അതിന്റെ ഒരു കഥ? എന്താണ് അതിന്റെ കഥ? തെസ്നിയേച്ചി പറഞ്ഞിട്ടാണല്ലോ ഈ ഫീൽഡിൽ വരുന്നത്. അപ്പോൾ തെസ്നിയേച്ചി പറഞ്ഞിട്ട് തന്നെയാണ് ഈ വ്യക്തി എന്നെ തപ്പി വരുന്നത്. അന്ന് ഫോണും മൊബൈലും അങ്ങനെ ഒന്നും ഇല്ല, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പുള്ളിക്ക് വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ ഉള്ളൊരു എൻ്റെ അമ്മയ്ക്ക് അന്ന് പാർലർ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ കൊച്ചിൻ കലാഭവനിലെ ടീച്ചറായിരുന്നു, ഇപ്പോഴും ആണ്. അപ്പം അന്ന് പാർലറും കൂടി ഉണ്ടായിരുന്നു, ബ്യൂട്ടി പാർലർ. അപ്പോൾ ആകെ തെസ്നിയേച്ചിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് ഇന്ന ബ്യൂട്ടി പാർലറിലെ ശാന്തികൃഷ്ണയുടെ മകളാണ് എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് തന്നെ ഷിബുചേട്ടനെ. ഷിബുചേട്ടൻ ഇപ്പോൾ മരിച്ചുപോയി, 3 വർഷമായി മരിച്ചിട്ട്. അപ്പോൾ ഷിബുചേട്ടനാണ് എന്നെ തപ്പി വരുന്നത്. അപ്പോൾ തപ്പി വരാൻ നേരത്ത് കറക്റ്റ് ഞങ്ങളുടെ പാർലറിൻ്റെ അവിടെ കൂടിയാണ് ഈ അംബാസഡർ കാർ ഇങ്ങനെ പതുക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട്, അമ്മ നമ്മൾ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് അമ്മ എന്നിങ്ങനെ പറഞ്ഞു. കുടയും പിടിച്ചിട്ട് ഞങ്ങൾ പോവാം. അപ്പം അമ്മ തിരിഞ്ഞു നോക്കി അമ്മയുടെ നോട്ടം തന്നെ പുള്ളിക്ക് എന്തോ പേടിയായി പോയി തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഫോളോ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പോഴത്തേക്കും പുള്ളി എന്നെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ബ്യൂട്ടി പാർലർ നടത്തുന്ന ശാന്തികൃഷ്ണ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ബ്യൂട്ടി പാർലർ ഉണ്ട്, ഷൻബാസ് എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ബ്യൂട്ടി പാർലർ. അപ്പോൾ ശാന്തികൃഷ്ണയ്ക്ക് അഭിനയിക്കാൻ പറ്റിയൊരു കുട്ടി ഉണ്ടെന്ന് തസ്നിയാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അത് ഇതാണ് എന്നിങ്ങനെ പറഞ്ഞു, എന്നെ ചൂണ്ടിയാൻ അത് ഇയാളാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ കുട്ടി ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഷിബുചേട്ടന് സത്യം പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് അതിലൊരു ഇത്തിരി ക്യാരക്ടർ റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടീനായിരുന്നു ആവശ്യം. അപ്പോൾ ഡ്രൈവറാണ് ശരിക്കും പറഞ്ഞത് രക്ഷിച്ചേട്ടോ. ശിവചേട്ടൻ എന്നെ ഇഷ്ടമായില്ല, ചെറിയ കുട്ടിയാണല്ലോ. അപ്പൊ ശിവചേട്ടൻ ശരി തസ്നി പറഞ്ഞിട്ടാണേ, അപ്പോൾ ശരി എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ശിവചേട്ടാ നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നില്ലേ, കുട്ടീനെ നമുക്കൊന്ന് ഡയറക്ടർ ഒന്ന് കാണിച്ചാലോ
എന്നിങ്ങനെ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, റോട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോയി. പോയ- അപ്പൊ ഒന്ന് വരാവോ, ഡയറക്ടർ ഒന്ന് കണ്ടിട്ട് തിരിച്ചാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പൊ എന്നാലും ശരി തിരിച്ചാക്കി തരാമെന്ന് പറയുകയും ചെയ്തല്ലോ. അപ്പൊ നമ്മള് വേഗം വണ്ടിയിൽ കയറി. അതാണ് റോട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയി അഭിനയിപ്പിച്ചു എന്നുള്ള. അതിന് ശരിക്കും അത് സെലക്ഷൻ കിട്ടിയല്ലോ. സെലക്ഷൻ. അങ്ങനെയാണോ ഇത്? തെസ്മിത്ത ഈ സ്റ്റോറി കേട്ടതിന് ശേഷം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല 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 ഇല്ല. പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന? തീർച്ചയായും ഉണ്ട്. പുള്ളിക്കാരിയാണ് ശരിക്കും ഗുരു എന്ന പോലൊക്കെ കരുതാം അല്ലേ? പിന്നെ തീർച്ചയായും എന്റെ ഗുരു തന്നെയാണ്. അതിനുശേഷം നമ്മളിപ്പം പിന്നെ സീരിയൽസ് ഒക്കെ ചെയ്തു. നമ്മൾ ലാസ്റ്റ് കണ്ടത് സീരിയൽ ആർട്ടിസ്റ്റിന്റെ ജനറൽ ബോഡി ഒക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, മായയുടെ ജനറൽ ബോഡിക്ക്. പിന്നീട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ സീരിയൽ ചെയ്തു. സിനിമയിലേക്ക് എന്തുകൊണ്ട് എൻട്രി ചെയ്യുന്നില്ല എന്നൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. അതേടാ, എന്നെ എല്ലാരും സീരിയലിൽ തന്നെ കണ്ട് മടുത്ത് കിടക്കുകയാണ്. ഇനി സിനിമയിലും കൂടി എന്നെ സഹിക്കണം, അവർക്ക് പാങ്ങുണ്ടാവില്ല. അതായിരിക്കും എന്നെ വിളിക്കാത്തത്. ട്രൈ ചെയ്തിട്ടില്ല? ട്രൈ ചെയ്തിട്ടില്ല. താല്പര്യമില്ല സിനിമ താല്പര്യം ഇല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ അഭിനയിക്കണം, വീട്ടിൽ വരണം, പിന്നെ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇപ്പൊ പുള്ളിക്കാരുടെ സീരിയൽ ചെയ്ത ഒരുപാട് ഡയറക്ടേഴ്സ് ഒക്കെ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. കോണ്ടാക്ട് അവരെയൊന്നും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യില്ല. താല്പര്യം ഇല്ല എന്ന് തന്നെ എനിക്കും തോന്നിയിട്ടുള്ളത്. സിനിമയോട് വലിയ ക്രേസ് ഇല്ല എനിക്ക്. അവസരങ്ങൾ ചോദിക്കാൻ മടിയാണ്. പിന്നെ പൊതുവെ പറയും സീരിയൽ ആർട്ടിസ്റ്റുകൾക്ക് സിനിമ കിട്ടാൻ പാടായിരിക്കും എന്നുള്ള ടോക്ക് കൂടി ഉണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉണ്ട്. അങ്ങനെ അവസരങ്ങൾ കിട്ടാതെ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുറെ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ എന്നെ കണ്ടുമടുത്തിട്ടുണ്ടാവുമായിരിക്കും എന്ന് ഞാൻ സ്വയമേ വിശ്വസിച്ച് അങ്ങിരിക്കുക. അത് കാരണം വലിയ വിഷമമില്ല. പിന്നെ ആഗ്രഹം മീൻസ് അതിന് വേണ്ടിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാത്തോണ്ട് പ്രശ്നമില്ല എന്ന് തോന്നുന്നു അല്ലെ? അപ്പം ആദ്യത്തെ ആ സീരിയലിലെ ആൾക്കാരായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ആരെങ്കിലൊക്കെ കാണുമോ? കൂടെ പിന്നീട് അവരെ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. കോണ്ടാക്ട്സ് ഞാൻ കുറവാന്ന് മാത്രം. പക്ഷെ അന്ന് കണ്ട ഇപ്പൊ ഞാൻ എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ തന്നെയായിരിക്കും ഇന്ന് കണ്ടാലും ഞാൻ പെരുമാറുന്നത്. കാരണം ഞാൻ ആരെയും അങ്ങനെ മറക്കുന്ന കൂട്ടത്തിലല്ല. അപ്പൊ അതേ സന്തോഷവും സ്നേഹത്തോടെയും തന്നെയായിരിക്കും എപ്പോഴും പെരുമാറുന്നത്. സീരിയൽ മേഖലയിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് ഏതായിരിക്കും? മരിച്ചുപോയി. ആരാ? രഞ്ജുഷ. ഓ, അതൊരു വലിയ ഷോക്കിംഗ് ആയിരുന്നു അല്ലെ? ശരിക്കും നിങ്ങൾ ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നോ ആള്? ശരിക്കും എന്താ സംഭവിച്ചെന്ന് പിന്നീട് ആലോചിച്ചിട്ടുണ്ടോ? കൊറേ ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോ അവക്ക് ഞാൻ നല്ലൊരു ഫ്രണ്ട് അല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഓപ്പൺ ആയിട്ട് സംസാരിക്കാതിരുന്നത്. സൂയിസൈഡ് ചെയ്യോ എന്തോ ചെയ്താണ്? അതെ, ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസമാണ്. തലേ ദിവസം വരെ ചിരിച്ച് സംസാരിച്ചിരുന്ന ആളാണ്. ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നം ലൈഫിലുള്ളതായിട്ട്? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ അവളുടെ പകുതി കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. എനിക്ക് അവളെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു 5 വർഷമേ ആവുന്നുള്ളൂ. ആ 5 വർഷത്തെ കഥകൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അവളുടെ പാസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും അവൾ എന്നെ നല്ലൊരു ഫ്രണ്ടായി കാണാത്തത്. കാരണം അവളുടെ പാസ്റ്റ് എന്നോട് പറഞ്ഞിട്ടില്ല, പ്രസന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് അല്ലായിരിക്കാം ഞാൻ. പക്ഷെ എനിക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നു അവള്. ഞാൻ ഇന്നും അവളെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ ഫ്രണ്ട്സ് ഇല്ല എന്നല്ല, പുറമെ എനിക്ക് വേറെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയാനും പറ്റില്ല, ആർക്കും അറിയാനും പറ്റില്ല. ഈ ഫീൽഡിലുള്ള ഒരു ഫ്രണ്ടാണ് രഞ്ജുഷ. അത് വലിയൊരു ഷോക്ക്. ഫാമിലി ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ അപ്പൊ? ഉണ്ട്. വാനമ്പാടി എന്ന് പറഞ്ഞ സീരിയൽ ചേച്ചി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, വാനമ്പാടിയിൽ ഞാനില്ല, അഭിനയിച്ചിട്ടില്ല. ഓക്കെ. ആ സീരിയലുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ചേച്ചി അതിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല. ഞാൻ വാനമ്പാടിയില്ലടാ, അത് കഴിഞ്ഞുള്ള സ്വാന്തനത്തിലുണ്ട്. ഉണ്ട്. ഓ ശരിയാ, സാന്ത്വനത്തിലാണ് ചേച്ചി ഉള്ളത് അല്ലെ? അപ്പൊ ആ ഡയറക്ടറിനൊപ്പം ചേച്ചി വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നിലയിൽ കുറെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? ഇല്ല, ഇത് വാനമ്പാടിയിൽ സംഭവിച്ച കാര്യമാണെന്നല്ലേ പറയുന്നത്. ഞാൻ അതിലില്ലാത്തത് കൊണ്ട് തന്നെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ടോക്ക് നമ്മുടെ സെറ്റില് സ്വാതന്ത്ര്യത്തിലോട്ട് വന്നിട്ടുമില്ല. അപ്പം എന്തായാലും നിങ്ങളൊരു സാധനത്തിന് തിരികൊളുത്താൻ പോവാണ് അടുത്ത ദിവസം. അത് എന്താവും, എവിടെയാണ് ചെന്ന് അവസാനിപ്പിക്കുന്നതെന്ന് അറിയില്ല. ശരി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.